തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ആ വേദിയിൽ വെച്ച് തന്നെ ഇടിവെട്ടി പ്രഖ്യാപനമാണ് വിജയ് നടത്തിയത്. കൂടാതെ 3 ഫയലുകളിൽ ഒപ്പിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യം നടപ്പാക്കിയത് തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു. എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കാൻ അല്പം സമയം വേണമെന്ന് ആവശ്യപ്പെട്ട വിജയ് ഖജനാവിൽ എന്തുണ്ട് എന്നറിയാൻ അകത്ത് കയറി നോക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. DMK സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച വിജയ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ മൈ ബ്രദർ എന്നാണ് വിശേഷിപ്പിച്ചത്. TVK സർക്കാരിന് പിന്തുണ നൽകിയ ഓരോ പാർട്ടിയെയും അവരുടെ നേതാക്കളെയും വിജയ് എടുത്തു പറഞ്ഞു. അധികാരം ലഭിച്ചു എന്ന് കരുതി ദുരുപയോഗം ചെയ്താൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ഫയലുകളിലാണ് വിജയ് ആദ്യം ഒപ്പുവെച്ചത്. തമിഴ്നാട്ടിലെ എല്ലാ വീട്ടുകാർക്കും 2 മാസത്തിൽ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുമെന്നാണ് ആദ്യത്തെ ഫയൽ. വനിതകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്ന സ്ക്വാഡ് രൂപീകരണമാണ് രണ്ടാമത്തെ ഉത്തരവ്. ലേഡി ലയൺസ് ഫോഴ്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടാൻ പോകുന്നത്. ലഹരി വിരുദ്ധ നടപടികൾക്കും വിജയ് തുടക്കമിട്ടിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ലഹരി വിമുക്തമാക്കാൻ പ്രത്യേക സംഘം പ്രവർത്തിക്കുമെന്നാണ് മൂന്നാമത്തെ ഉത്തരവ്. സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രാധാന്യം നൽകിയതാണ് അദ്ദേഹത്തിന്റെ ആദ്യ നീക്കങ്ങൾ. ഇതാകട്ടെ തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതുമാണ്. വിജയെ അധികാരത്തിലെത്തിച്ചതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പങ്ക് വളരെ നിർണായകമാണ്. തമിഴ്നാടിന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് അതിലൂടെ ജനങ്ങളെ അറിയിക്കും. 10 ലക്ഷം കോടി രൂപ കടത്തിലാണ് സംസ്ഥാനമെന്നും വിജയ് പറയുന്നുണ്ട്. തന്റെ ഉറപ്പുകൾ പാലിക്കാൻ അല്പം സമയം വേണമെന്ന് വിജയ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മയക്കുമരുന്ന് ഇല്ലാതാക്കാൻ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങുമെന്ന് വിജയ് പറയുന്നു. TVKയിൽ അധികാര കേന്ദ്രങ്ങളാകാൻ ആരും ശ്രമിക്കേണ്ട. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് മനസ്സിൽ നിന്നും എല്ലാം തുടച്ചു നീക്കണം. അധികാരം ദുരുപയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്നും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ചേർന്നതാണ് തന്റെ മുഖമെന്നും വിജയ് പ്രഖ്യാപിക്കുന്നുണ്ട്. മതനിരപേക്ഷതയുടെ പുതിയ യുഗം തമിഴ്നാട്ടിൽ ആരംഭിക്കുകയാണെന്ന് വിജയ് പറയുകയാണ്. സാമൂഹ്യ നീതിയുടെ യുഗം ഇവിടെ ആരംഭിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞ വേളയിൽ നിറഞ്ഞ കയ്യടിയാണ് വേദിയിൽ മുഴങ്ങിയത്. സ്വകാര്യ വാഹനത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ വിജയ് തിരിച്ചുപോയത് ഔദ്യോഗിക വാഹനത്തിലാണ്. തൃഷ ഉൾപ്പെടെയുള്ള താരങ്ങളും TVK പ്രതിനിധികളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടി പ്രതിനിധികളുമെല്ലാം ചടങ്ങിൽ ഉണ്ടായിരുന്നു. നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റിൽ കോൺഗ്രസ് മന്ത്രിമാരാരും തന്നെയില്ല. കോൺഗ്രസ് മന്ത്രിമാരെ വിശ്വാസ വോട്ടെടുപ്പിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. 9 മന്ത്രിമാരിൽ ഒരു വനിതാ മന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സെൽവി S കീർത്തന എന്ന 29-കാരിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ആ ഒരു പ്രത്യേകതയും TVK മന്ത്രിസഭയിലുണ്ട്. ശിവകാശിയിൽ നിന്നുള്ള MLA ആണ് കീർത്തന. TVKയുടെ പ്രായം കുറഞ്ഞ വനിതാ MLA കൂടിയാണ്. പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ആയിരുന്നു. നിലവിൽ TVK ഇനിയിപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നു. വിജയ് മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ ഈ വിജയുടെ ടീമിലുള്ള ഈ മന്ത്രിസഭ ഈ മറ്റ് MLA മാർക്കൊന്നും തന്നെ വലിയ ഭരണപരിചയമൊന്നും തന്നെയില്ല. കാരണം അതിൽ ഡോക്ടർമാർ, വക്കീൽമാർ, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ അടങ്ങിയ പ്രൊഫഷണൽ ജോലികൾ ചെയ്യുന്നവരാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കയറി വന്നവരാണ്. അപ്പോൾ ഭരണം നടത്തുക അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തെയും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ ഭരണത്തിനെയും പൊളിറ്റിക്സും ഒക്കെ നല്ലപോലെ അറിയാനുള്ള ഒരു വിദഗ്ധരെ ഒരു വിജയ് നിയമിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതായത് PR ടീം എന്നതല്ല ഉദ്ദേശം. PR ടീമിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അറിഞ്ഞ് കണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും ഒരു അരച്ചു കലക്കി കുടിച്ച ഒരു സകലകലാവല്ലഭൻ, അത് പൊളിറ്റിക്സിലെ ഒരു സകലകലാവല്ലഭനെ വിജയ് ഒരു ഉപദേഷ്ടാവായിട്ട് നിയമിച്ചാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വലിയ രീതിയിൽ നടുവേ വെച്ച് തന്നെ ഈ കടലിൻ്റെയും ചെകുത്താൻ്റെയും നടുക്ക് അകപ്പെട്ട പോലെ TVK ആവും. കാരണം ഇവർക്ക് ഒന്നും തന്നെ ഒരു ഭരണപരിചയം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.